ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ബ്ലോഗാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരാലും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറി വെക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വന്ന് ചോദിച്ചു വരാല് വേണമെന്ന്. അങ്ങനെ ചേട്ടൻ കൊണ്ട് തന്നതാണ് വരാല്. കവറിൽ കൊണ്ട് തന്നെ കൊണ്ട് ഞങ്ങൾ അതിന് വെള്ളം ഒഴിച്ച് കലത്തിലിടുവാണ്. രണ്ടെണ്ണം ഉണ്ടല്ലോ വലുത്, അപ്പൊ അത് തന്നെ കാണത്തില്ല. നീല ഇങ്ങനെ ഇങ്ങോട്ടുണ്ട്. കടിക്കാൻ നോക്കിയാണ് നീല. ഇത് കണ്ടോ? ഓടി വാ. ചരുവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓടാനുള്ള സ്ഥലം കൊണ്ടേ. മീനൊക്കെ വെട്ടുമെങ്കിലും വരാല് വെട്ടാൻ എനിക്കറിയത്തില്ല. പിന്നെ അമ്മയുടെ കൈക്ക് വേദനയായതുകൊണ്ട് ഒത്തിരി ബലം പിടിച്ചതിനെ വെട്ടാനൊന്നും അമ്മയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛനാണ് മീൻ വെട്ടുന്നത്. മൂന്നെണ്ണം എടുത്തോളോ? നീലുവിന് മീന്, പശു, പൂച്ച ഈ മൂന്നെണ്ണത്തിനും ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അവള് നോക്കുന്നതും കാണുന്നതും ഒക്കെ. അങ്ങനെ മീനെയൊക്കെ കണ്ട് അവൾ അടുത്ത പരിപാടിയിലേക്ക് കടന്നു. TV കാണുക എന്നുള്ളത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. TV കാണുക. എവിടെയെങ്കിലും ബോറടിച്ചിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് TV കാണണം. ചാമ്പലിങ്ങി വെച്ചേക്കണ്ട, നാളെ വെട്ടണ്ട. അങ്ങനെ മീനെല്ലാം ഇവിടെ വെട്ടിക്കഴിഞ്ഞു. നീലുവിൻ്റെ അനക്കൊന്നും കേൾക്കാത്തതിന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കളിപ്പാട്ടം എല്ലാം വലിച്ചെറിഞ്ഞ് വെച്ച് TV കാണാൻ പിന്നെയും പോയിട്ടുണ്ട്. ഇപ്പോൾ മേടിച്ചേക്കുന്ന മീൻ 4 എണ്ണം ഉള്ളത് കൊണ്ട് ഇപ്പം അച്ഛൻ 2 എണ്ണേ എടുത്തുള്ളൂ. ആ 2 എണ്ണം ഞങ്ങൾ സാധാ മീൻ കൂട്ടാൻ വെക്കുന്ന പോലെ വെക്കുകയാണ്. അതിനുള്ളത് ഒരുക്കുവാണ് ഞാൻ. പിന്നെയും ഒരനക്കവും കേൾക്കാഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ കഞ്ഞിയും കറിയും കളിക്കുമായിരുന്ന ആള്. അങ്ങനെ മീൻ കൂട്ടാനുള്ളത് ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ മീൻ വറുക്കാനുണ്ട്. തൂളി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മീൻ വെക്കാൻ വരുമ്പോഴത്തേക്കിനും അത് വറുത്ത് വെക്കാമെന്ന് വെച്ചു.
കുറേ നേരം കഴിഞ്ഞപ്പം നീലു വീണ്ടും വന്നു മീൻ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട്. അവൾ കുത്തി കുത്തി അവളെ ഈർക്കിലെല്ലാം അതിനകത്ത് എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് മീൻ വറുത്ത് കഴിഞ്ഞു. അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് വറുക്കാനായിട്ട്. ഇപ്പുറത്തെ സൈഡിൽ അമ്മ മീൻ കൂട്ടാൻ വെക്കുവാണ്. മീൻ വറുത്തതിൻ്റെ ഒരു ചെറിയ കഷ്ണം തിന്നിട്ടാണ് ഉമ്മൂമ്മി സൂപ്പറാ കൊള്ളാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെ അമ്മ ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് മുളകിട്ട് കരിയേപ്പിലയും ഉലുവയൊക്കെ പൊട്ടിക്കുകയാണ്. അടുത്തത് ഞാൻ അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അമ്മ അതിനകത്ത് ചേർക്കുകയാണ്. കുറച്ച് നേരം ഇളക്കിയിട്ട് അമ്മ പൊടികളെല്ലാം ഇട്ടു. മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തു. പൊടികളെല്ലാം ചൂടായപ്പോൾ അമ്മ കുടംപുളി ഇട്ടായിരുന്നേ, അത് ഞാൻ കണ്ടില്ല. ഞാൻ ടി വി നിർത്തിയതിന് ഒരാൾ ഇവിടെ പിണങ്ങി കിടക്കുവാണ്. ഈ വീഡിയോയ്ക്ക് ഞാൻ ഇൻട്രോ എടുത്തിട്ടില്ലായിരുന്നു. താഴെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ഒച്ച ഉണ്ടാകും. എന്നാൽ ഞാൻ വിചാരിച്ച് മോളിൽ പോയി എടുക്കാമെന്ന് വെച്ചപ്പോൾ താണ്ട എൻ്റെ പുറകിൽ അവളും വരുന്നു. ഇതെല്ലാം അമ്മയുടെയും അച്ഛൻ്റെയും കൃഷിയാണ്. അങ്ങനെ ഞാൻ ഇൻട്രോ എടുത്തോണ്ടിരുന്നപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ. ഹലോ ഗായ്സ്. ഹലോ ഗായ്സ് പറ.
ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്. കൈ കാണിച്ചു. ഹലോ. അങ്ങനെ ഒരു വിധത്തിൽ ഇൻട്രോ എടുത്തിട്ട് ഞാൻ താഴെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകൂട്ടാൻ റെഡിയായി. അങ്ങനെ ഞങ്ങളെല്ലാവരും മീൻകൂട്ടാനും മീൻ വറുത്തതും കൂട്ടി ചോറുണ്ടു. അങ്ങനെ അടുത്ത മീൻകൂട്ടാൻ വെക്കാനായിട്ട് അച്ഛൻ അടുത്ത 2 മീനെ എടുക്കുകയാണ്. ഒരെണ്ണം ചത്തുപോയായിരുന്നു, ചത്തതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പെട്ടെന്ന് വെട്ടിയെടുക്കുകയാണ് അതിനെ. ഈ മീൻകൂട്ടാൻ അമ്മ തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. തിരുമിയ തേങ്ങ വറുത്ത് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വറുത്ത് വെള്ളം ഒഴിച്ച് ജാറിലിട്ട് അരയ്ക്കുവാണേ. അങ്ങനെ ഇവിടെ വീണ്ടും എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുകയാണ് അമ്മ. മറ്റേ മീൻകൂട്ടാനിലെ സെയിം പ്രൊസീജിയറൊക്കെ തന്നെയാണ് ഇതിലും. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ, ഇതിലും നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നു, മറ്റേതിൽ നമ്മൾ പൊടി ഡയറക്റ്റ് വറുത്ത് കഷ്ണം ചേർത്ത് വേവിക്കുകയാണ്. അങ്ങനെ അമ്മ അരപ്പെല്ലാം ചേർത്തു. വേണോ എന്തോ പോയിട്ട് വരാം. ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്, പക്ഷെ നമ്മൾ കഷ്ണം ഇട്ടില്ല. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഷ്ണം ഇടുന്നത്. ഇടയ്ക്ക് ഞാൻ വന്ന് ചട്ടി ഒന്ന് ചുറ്റി വെച്ചായിരുന്നു അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ മീൻകൂട്ടാൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ ടാറ്റാ.